പറഞ്ഞിട്ട് കല്യാണം ആവാനായി. നമ്മൾ ഇതുവരെ കല്യാണത്തിൻ്റെ കത്ത് ഡിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ കത്ത് നമ്മളത് ഡിസൈൻ ചെയ്യാൻ പോകണം. ഡിസൈൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെ സ്വന്തം കല്യാണത്തിൻ്റെ കത്ത് ഡിസൈൻ ചെയ്ത് വരൻ മാതൃകയാവാൻ പോവാണ്. അപ്പോൾ വാ. അങ്ങനെ ഒന്നും വെക്കാതെ അന്തട്ടി. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇല്ല കേട്ടോ. സാധനം കുറച്ചധികം പണിയൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് നമുക്ക് തോന്നും കുറച്ചൊക്കെ എളുപ്പമാണ്, എളുപ്പമല്ലോ എന്നൊക്കെ. എന്റെ പേര് ആദ്യം ഇതായിരുന്നു. അതെന്തേ ഇത് എന്റെ പേരായിരുന്നു? ഏകദേശം ഈ ഒരു പാറ്റേണാണ് ഇപ്പൊ പിടിച്ചിട്ടുള്ളത്. ഇത് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് ഈ സാധനം? രസമല്ലെങ്കിൽ സാധനം മാറ്റണം, അതാണ് പറയണത്. നിങ്ങളടുത്ത് ചോദിക്കണത്. ശരിക്കും ഈ കല്യാണത്തിൻ്റെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിസൈനിങ് ഒക്കെ സ്വയം ചെയ്യാമെന്നുള്ളൊരു പോയിന്റ് എത്തുന്നത്. കാരണം നമുക്ക് ഓൾറെഡി അത്യാവശ്യം ഡിസൈനിങ് പരിപാടികളൊക്കെ അറിയാം. പിന്നെ നമ്മൾ എന്തിനാ മറ്റുള്ളവർക്ക് കൊടുക്കണം? പിന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയാലും മൊത്തത്തിൽ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങണത്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം മാറ്ററും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് നമ്മൾ അനുവിൻ്റെ വീട്ടിലേക്ക് വിളിക്കണം, അനുവിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. സോ നമുക്ക് അതാദ്യം വാങ്ങിക്കാം, എന്നിട്ട് നമുക്ക് ഡിസൈനിങ്ങിലേക്ക് ഇരിക്കാം. കോൾ എടുക്കുന്നൊന്നുമില്ല കേട്ടോ, ഉറങ്ങാവൂ. ഹലോ, ആ അഡ്രസ്സും കാര്യങ്ങളൊന്നും അയക്കുമോ? ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെയും പേരും കാര്യങ്ങളൊക്കെ? മനസ്സിലായില്ല? അത് ഞാൻ അയച്ചുതരാം. ആ, ഇനീഷ്യലും കൂടിയിട്ട് അയച്ചോട്ടോ. ഇനീഷ്യലൊക്കെ വേണ്ടി വരും. ഈ കൂട്ടി അയച്ചോ, അച്ഛൻ്റെ പേര്, വീട്ടും പേര്, നമ്മുടെ പേര്, അങ്ങനെ മൊത്തം കൂടി അയച്ചോ. ആക്കി ആ. സത്യം പറയാലോ, ഞാൻ എൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഞാനിതുവരെയും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് അടുത്ത പണികളിലേക്ക് ഇരിക്കണം. നമുക്കൊരു A5 ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിള്, അധികം വലിയ സാധനങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക് ചെറിയൊരു സിമ്പിൾ സാധനം പിടിക്കാം, അതാവും നല്ലത്. ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്താ അറിയുമോ? ഈ ഡിസൈൻസ് ഉണ്ടല്ലോ, ഇതിൽ ഇങ്ങനെ നോക്കിയിട്ട് 2-3 സെലക്ട് ചെയ്യാന്നുള്ളതാണ് ചടങ്ങ്. പിന്നെ നമ്മുടെ റിസപ്ഷനാണ്. അപ്പോൾ പിന്നെ അതിന് പറ്റുന്ന മിനിമലായിട്ടുള്ള വല്ലാണ്ട് കോലാഹലങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനം പിടിക്കണം. ഞാൻ നോക്കുമ്പോൾ എനിക്കിതൊന്നും അത്ര വലിയ ബെറ്റർ വാവ് സാധനങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കൂടുതൽ ഈ ഒരു ഫ്ലോറൽ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് ഫ്രീ പിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഫ്രീ പിക്കിൻ്റെ ഫ്രീ വേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കാം പേരിൽ അറിയില്ല എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് കാർഡിൻ്റെ ഏകദേശം രൂപം ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിൽ ഈ ഒരു ഏകദേശം ഈ ഒരു പാറ്റേണാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. ഇത് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് ബിഗിനിങ്ങിലാണ് ഇങ്ങനെ. പിന്നെ ഈ ഒരു ഗണപതിനെ വേണോ വേണ്ടേ എന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ കുറച്ചും കൂടിയും പണിയുണ്ട്, എന്നിട്ട് നമുക്ക് ഫൈനലിൽ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞ പോലെ ഇല്ല കേട്ടോ, സാധനം കുറച്ചധികം പണിയൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് നമുക്ക് തോന്നും കുറച്ചൊക്കെ എളുപ്പമാണ്, അത് എളുപ്പമല്ലോ എന്നൊക്കെ. പക്ഷെ അത് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഈ ഫോണ്ടുകൾ കിട്ടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇനിയും ഇതിൽ കുറച്ചധികം പണികളുണ്ട്. ഞാൻ കാണിച്ചു തരാം സാധനം. നമ്മുടെ ഏകദേശം ഇപ്പോൾ ഇത് ഈ ഒരു ലെവലിലാണ് എത്തിക്കുന്നത്. ഇനിയും കുറച്ച് അധികം പണികളുണ്ട്. അപ്പോൾ നോക്കാം. ഇത് നമുക്ക് മാക്സിമം ഇതിപ്പോൾ ഇന്ന് തന്നെ ഇതിൻ്റെ ഡിസൈനിങ് ഇന്ന് തന്നെ തീർക്കണം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് വീട്ടുകാരെയും കൂടി ഇത് വിളിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അമ്മി, അനിയത്തി, അച്ഛനൊക്കെ താഴത്തുണ്ട്. അപ്പോൾ അവരെ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കാം. സത്യം പറയാൻ വെച്ചാൽ അവർക്ക് ഒരു ഐഡിയ ഒന്നുമില്ല ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് ലീവ് ഉള്ളപ്പോൾ ഒന്നും അറിയില്ല. നമുക്കിതൊന്ന് കാണിച്ചു കൊടുത്തോക്കാം.
എങ്ങനെയുണ്ട് ഈ സാധനം? രസമില്ലെങ്കിൽ സാധനം മാറ്റണം, അതാണ് പറയണത്, നിങ്ങളടുത്ത് ചോദിക്കണത്. നല്ലതാണേ, നല്ലതാണ്. പക്ഷെ വായിക്കൊക്കെ കണ്ടാണ് എന്താണെന്ന് അറിയില്ല. ഒന്ന് വായിച്ചു വെക്കാം. വായിക്കാൻ അങ്ങനെ സൂം ചെയ്താൽ മതി. ഇതുണ്ടോ ഇപ്പോൾ കാണാല്ലേ? എന്തെങ്കിലും ആവട്ടെ. ഞാൻ പറഞ്ഞുതരാം. സൺ ഓഫ് സുബ്രഹ്മണ്യൻ, മിസ്സിസ് ഭാഗ്യലക്ഷ്മി, വെള്ളക്കടമൽ ഹൗസ്, പുലാശ്ശേരിക്കര, മരുതൂർ പിയോ. കോഡിയിൽ ഇൻവൈറ്റ് യു ഫാമിലി ടു ജോയിൻ ദി വെഡിങ് സെറമണി ഫോർ സൺ സുദർശൻ ആൻഡ് അനഘ. പിന്നെ അനഘയുടെ വീടിൻ്റെ അഡ്രസ്സ്, ഡേറ്റ്, നമ്മുടെ ലൊക്കേഷൻ, സമയം, ദ ഓഡിറ്റോറിയത്തിൻ്റെ QR കോഡ്. പിന്നെ ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം സുദേവൻ്റെ ചേച്ചി സുലഭ. ഞാനെന്താ ചേച്ചി? എന്ത്? എന്റെ പേര് ആദ്യം ഇതായിരുന്നു. അതെന്തേ ഇത് എൻ്റെ പേര്? അവളല്ലേ ചേച്ചി, അവന്റെ ചേച്ചി. അത് മാറ്റാം. അതിപ്പോ എന്താ മാറ്റാൻ സുഖല്ലേ? ചെറുതായി മാറ്റിയാൽ മാത്രം മതി. പറയും നിങ്ങൾ എങ്ങനെയുണ്ട് മൊത്തത്തില്? അതിൽ മറ്റേ സാധനം ഓമൊന്നും വെച്ചിട്ടില്ല അതിന്. ഓമോ അല്ലെങ്കിൽ ഗണപതി ഒന്നും വെച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് വെക്കാൻ പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോ ഒരു സുഖം പോയില്ലേ? അങ്ങനെ ഒന്നും വെക്കാതെ ഒരു അന്തല്ലേ. അപ്പൊ ഈ അജ്ഞാചാരില്ലാത്ത കുട്ടികളാണ് എന്തുപോലെ അച്ഛനുണ്ടാവുമല്ലോ നിന്റെ ഇതിനിങ്ങനെ വേണമെന്ന്. അതല്ല ഞാൻ പറഞ്ഞത്, വെച്ചപ്പോ ഇതിന് ഭംഗി പോയോന്നാണ് എനിക്ക് ഡൗട്ട്. ജസ്റ്റ് ഒന്ന് വെക്കി നോക്കട്ടെ. എന്താ വെച്ചിട്ടുണ്ട്? സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ വെച്ചിട്ട് അപ്പൊ നോക്കി അങ്ങനത്തെ ഇതിൽ വെച്ചിട്ടോ? സേവ് ദ ഡേറ്റ് ആയിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ ചെയ്തല്ലോ. 2 ഫോട്ടോ വെച്ചിട്ട് പെണ്ണിന്റെ ചിക്കന്റെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ചെയ്യാണെങ്കിൽ തന്നെ ക്യാഷ് കൊടുക്കണില്ല. ഏപ്രിൽ 1 ഒക്കെയാണ് സേവ് ഡേറ്റ് എടുക്കുക. ആ സമയത്ത് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പോയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ സേവ് ദ ഡേറ്റ് അത് പറ്റില്ല. ഞാൻ പിന്നെ മാക്സിമം സിമ്പിൾ ആക്കാന്ന് വിചാരിച്ചു. പെട്ടെന്ന് പരിപാടി ഇതാക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നെങ്കിൽ അവിടെ എവിടെയും മേടിച്ചു തരുന്നത് കാരണം. ശരിയാണ്. ഇതിപ്പോ A5 സൈസ്, വലിയ സൈസിലായില്ലേ? ഇത്ര വലിപ്പുണ്ടാവും. വല്ലാതെ ഇതൊന്നും വേണ്ട. അവർക്ക് ഒരു അറിയിക്കല് മാത്രം മതി. അല്ല ഇത്ര വലിപ്പുണ്ടാവും മതി. വല്ലാതെ ആർഭാടായിട്ട് വെറുതെ ആവശ്യമില്ല. വേണോ? ഞാൻ ആദ്യം വിചാരിച്ചെന്താ അറിയോ? ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ അല്ല. അതിന്റെ ഒരു അങ്ങനെ ഒരു മടക്കണ ഒരു സായിസ് ഉണ്ട് ആദ്യം. അങ്ങോട്ട് പോലെ ഇങ്ങനെ ഇതാക്കിയിട്ട് കുഞ്ഞിട്ട് ഞാൻ കണ്ടു. ഞാൻ ആദ്യം വിചാരിച്ചത് അറിയോ? ഇത്ര വലിപ്പം അത്ര മതിയേട്ടാ. ഈ ഒരു ഇതില് ഇത്ര വിചാരിച്ചാല് പിന്നെയാണ് ഇപ്പൊ ഇതിക്ക് എത്തിയത്. പിന്നെ ഇതിന്റെ കവറും കൂടി ഉണ്ടായിരുന്നു. ഇതില് കവറില്ല. ഇതില് കവറിന് വേറൊരു സാധനം. അല്ല അങ്ങനത്തെ അല്ല, വേറൊരു ഇതിങ്ങനെ. അപ്പം ഇത് ഈ ഒരു പേപ്പറിനാണെങ്കിൽ ഇതിന്റെ ഒരു കവർ ചാർട്ട് പോലെ ഒരു പേപ്പർ ഉണ്ടാവും. അപ്പൊ ഇതിപ്പോ കവർ ചാർട്ട് പേപ്പർ ആയിരിക്കും. നമ്മൾ അതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കും. ഇപ്പോൾ ആ കളർ വരും. ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് ഇങ്ങനെ വരും. എന്നിട്ട് ഒരു റിബൺ എടുക്കും. ആ റിബണിട്ട് കെട്ടുന്ന പോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. ആ റിബണിട്ട് കെട്ടലും അല്ലല്ലോ. ആദ്യം നോക്കി വേറൊരു കളറാണ് നോക്കിയത്. അതൊരു ജമന്തി കളറല്ലേ? ജമന്തി ഏത് കളറാ? ആ കളർ ആദ്യം നോക്കി. ആ കളറിൽ അങ്ങനത്തെ കിട്ടാല്ലേ, അങ്ങനത്തെ ചാർട്ട് കിട്ടാല്ലോ. അപ്പൊ എന്തെങ്കിലും ഇതിപ്പോ എന്താ പണിയെന്ന് അറിയോ? ഇതിപ്പോ നമ്മള് ഇങ്ങനത്തെ ചാർട്ട് എടുത്തിട്ട് ഇത് വേറെ പേപ്പറും ഇത് വേറെ പേപ്പർ ആയിരിക്കും. എന്നിട്ട് ഈ ചാർട്ടിൽ ഈ പേപ്പർ ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് ഈ പേപ്പർ ഇങ്ങനെ വെക്കും. എന്നിട്ട് ആള് ഇതിന്റെ മുകളിൽ നമ്മള് മറ്റേ എന്താ പറയാ, ഇതിന് റിബൺ കെട്ടണം. റിബണും കെട്ടും, ഒരു ചെറിയൊരു ഫ്ലവറും വെക്കും. പരിപാടിയൊന്നും ഇതൊക്കെ നമ്മൾ ചെയ്യും. അങ്ങനെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കുറച്ചും കൂടി പണിയുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ കാണാം. ബൈ.